നീറ്റ് പുനഃപരീക്ഷാ പേടിയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൽ SFI പ്രതിഷേധം. ഷഫീഖ് നസറുള്ളയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. ഷഫീഖ്, ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണോ അവിടെ നടക്കുന്നത്? SFIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. നിരവധി വിദ്യാർത്ഥികൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഹെഡ് പോസ്റ്റ് ഓഫീസ് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. പഴയ ബസ് സ്റ്റാൻഡ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ്. അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് മുഴുവൻ വിദ്യാർത്ഥികളും ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുൻവശത്ത് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ഇങ്ങനെ മുൻവശത്തേക്ക് തള്ളിക്കയറുന്നതിനിടയിൽ പോലീസ് ഒരു തവണ ലാത്തി വീശി വിദ്യാർത്ഥികളെ വിരട്ടി ഓടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ പ്രതിഷേധം ശക്തമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അപ്പോഴും വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാവുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് തന്നെ പ്രതിഷേധിക്കുകയാണ്. അവരുടെ കാര്യപരിപാടികൾ കടന്നിട്ടുണ്ട്. ഈ നീറ്റ് പരീക്ഷ മാറ്റിവെച്ചതിൽ മനംനൊന്ത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം എത്തിയിട്ടും ആ വിഷയത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നതാണ് SFI ആരോപിക്കുന്നത്. രാജ്യത്താകെയും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം SFI നേതൃത്വം നൽകുന്നു എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ അടക്കം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ തെരുവിൽ ഇറക്കരുത് എന്നാണ് SFI പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ SFIയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ്, കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. അതിനു മുൻപ് പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധത്തെ തടയാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഈ ബാരിക്കേഡ് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന്റെ അകത്താണ് ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്ത് അതിനോട് ചേർന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. ഒരു തവണ പോലീസ് ലാത്തി വീശി വിദ്യാർത്ഥികളെ വിരട്ടി ഓടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം വളരെ ശക്തമായി ഇപ്പോഴും തുടരുന്നുണ്ട്. അതോടൊപ്പം ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാർത്ഥികൾ അവരുടെ കാര്യപരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഹെഡ് പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് അതിൻ്റെ വരാന്തയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ പ്രതിഷേധക്കാർ പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസ് ശക്തമായ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിലുള്ള സമരം പുരോഗമിക്കുന്നത്. ശരി, ഷഫീഖ് നസറുള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് കാസർഗോഡ് നിന്ന്.